ഇപ്പോൾ മലയാള സിനിമയാണെങ്കിൽ ഇപ്പോൾ കുറച്ച് അപ്കമ്മിങ് ആയിട്ട് ഇപ്പോൾ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് കൊണ്ടാണെങ്കിലും അത് നെഗറ്റീവായിട്ട് മൊത്തത്തിൽ മലയാള സിനിമയെ ബാധിക്കുമെന്ന് തോന്നിയിട്ടുണ്ടോ? ശരിയാണ്. ഇപ്പോൾ നിയമപരമായിട്ട് പോയി കഴിഞ്ഞാൽ വളരെ ജയിലിലാവുക, ഇങ്ങനെ വിനിയോഗിക്കുക, വളരെയധികം കഴിവുള്ള ആൾക്കാരെല്ലാം ഇതിൽ പെട്ടുപോകും. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാനും അങ്ങനെ സിറ്റുവേഷൻ വരാം. അതെ, അങ്ങനെയാണെങ്കിൽ ആ പ്രോബ്ലം ഉണ്ട്. വളരെ കഴിവുള്ള നടന്മാരും നടിമാരെല്ലാം ഭയങ്കര ടാലന്റഡ് ആൾക്കാർക്കെല്ലാം ഈ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവരെല്ലാം അന്ന് അങ്ങനെയൊന്നും വരാൻ പോകുന്നില്ല. ഇവിടെ ആ രീതിയിലാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശരിയാണ് എഫക്റ്റ്. കാരണം വലിയ വലിയ നടിമാരെല്ലാം ഇതിലുള്ള ഇങ്ങനെയുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ താങ്കളുടെ ഒരു ഇത് വേണ്ടത് ഇങ്ങനത്തെ ആൾക്കാർ പുറത്ത് പേര് പറയണം, അതിൻ്റെ ആവശ്യമുണ്ട്, എല്ലാവർക്കും ജസ്റ്റിസ് കിട്ടണം എന്ന് ആണോ? പേര് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, പണിഷ്മെന്റും കിട്ടണം. കാരണം പേര് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മാനസിക കേസ് കൊടുക്കാൻ പറ്റും, തെളിവോട് പറയാം, അല്ലെങ്കിൽ മാനസിക കേസ് കൊടുക്കാം അവർക്ക്. ഇപ്പൊ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞു ഇവര് കേസ് കൊണ്ട് വരികയാണെങ്കിൽ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കേസ് കൊടുക്കാനും ചെയ്യണം, നിയമപരമായി ഡീൽ ചെയ്യണം. അല്ലാതെ വെറുതെ ഒരാളുടെ പേര് പറഞ്ഞുകൊണ്ട് മാത്രം അവർക്ക് ഡിഫമേഷൻ കേസ് കൊടുക്കാം. അല്ല, ഇപ്പോ ഹേമ കമ്മിറ്റിയിലാണെങ്കിൽ പേരുകൾ വെളിപ്പെടുത്തുന്നില്ലല്ലോ ആ ഒരു റിപ്പോർട്ടില്. അപ്പൊ ഇപ്പൊ അങ്ങനെയുള്ള ഒരു രീതി കൊണ്ട് നമ്മള് ഇതും ആരൊക്കെയാണ് ആ പേരുകൾ അത് അവര് വെളിപ്പെടുത്തേണ്ട. ഇപ്പൊ പുറത്ത് ചെയ്യണം, അതിനനുസരിച്ചുള്ള ഇത് കൊടുക്കണം, പനിഷ്മെന്റും നിയമ നടപടി എടുക്കണം. അല്ലാതെ ഇതിപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം ഇതെല്ലാം ഇവിടെ ഉണ്ടെന്നും ഈ ആരൊക്കെയാണ് വ്യക്തികളും നമുക്കറിയാം. പക്ഷെ ഇതെല്ലാം ഉള്ള കാര്യം തുറന്നു പറഞ്ഞു, പക്ഷെ വ്യക്തികളുടെ പേര് പറഞ്ഞില്ല. സ്വകാര്യതാണ്, അതായത് നിയമങ്ങൾ മിസ്യൂസ് ചെയ്യാം. അതിന്റെ പിന്നിലുള്ള സിനിമാക്കാരുടെ പൊളിറ്റിക്കൽ പ്രഷർ മറ്റെല്ലാം ഉണ്ട്. എന്തുകൊണ്ട് ഇത്ര ഡിലേ വന്നു? എത്ര നാളായി? ആളുകളുടെ ടാക്സ് കൊണ്ടുള്ള കാശ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരുപാട് കള്ളത്തരം നടക്കുന്നുണ്ട് ഇന്ത്യയിൽ. ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ എല്ലാം കറപ്റ്റാണ്, പോലീസ് എല്ലാം കറപ്റ്റാണ്. ആ കറപ്റ്റ് ആയതുകൊണ്ടാണ് സത്യം പുറത്തു വരാത്തത്. ഇവിടുത്തെ നിയമങ്ങളെ ഈ അഡ്വക്കേറ്റ്സ് എല്ലാവരും മാനിപ്പുലേറ്റ് ചെയ്യാം. പ്രൈവസിയുടെ സ്വകാര്യയുടെ പേരിലാണ് ഇത് പലതും പറയാതിരിക്കുന്നത്. അവിടെ ഒരു കാര്യമുണ്ട്, ഈ ഇരയുടെ സ്വകാര്യത പറയണ്ട, വേട്ടക്കാരുടെ സ്വകാര്യത നോക്കേണ്ട ആവശ്യം എന്താണ്? ഇരയുടെ ഇത് പറയണ്ട, പക്ഷെ വേട്ടക്കാരുടെ എന്തിനാണ് അവിടെ ഇത് നോക്കണം, പ്രൈവസി നോക്കുന്നതിനാണ്. ഇങ്ങനെയുള്ള പ്രശ്നമുണ്ട്. ഇത് ഒരു MP ആയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു നടൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ പേടിക്കാവുന്നില്ല, അവർ മുഴുവൻ ചെക്കില്ല. ഒരുപാട് കളി കാണുന്നുണ്ട്. പക്ഷെ ഇത് ഇത്രയെങ്കിലും തുടങ്ങാനും ഇത്ര വരാനും കാരണം WCC കാരണം. അല്ല, ഇപ്പൊ ഈ സിനിമ ഇൻഡസ്ട്രി ആണല്ലോ. വേറെ കാര്യമാണ്, പണ്ടത്തെ നടിമാർക്ക് ഇത്രയും സ്ട്രോങ് ആയിട്ട് വരാൻ പറ്റില്ല, കാരണം അവർക്ക് നിവൃത്തിയില്ല, വിദ്യാഭ്യാസവും ഇല്ല, അവർക്ക് വേറെ ഇല്ല. പക്ഷെ ഇപ്പൊ ഈ WCCയിലെ ആൾക്കാർ പറഞ്ഞാൽ എഡ്യൂക്കേറ്റഡ് ആൾക്കാരാണ്, അവർക്ക് ഇതില്ലെങ്കിലും വേറെ ഓൾട്ടർനേറ്റീവ് ഉണ്ട്. അപ്പൊ ഈ സിനിമ ഇപ്പൊ ഇവരിങ്ങനെ പലരും പേടിക്കാനില്ല അങ്ങനത്തെ രീതിയിൽ പറയുന്നത് ഈ ഇപ്പൊ ഒരു എന്റർടൈൻമെന്റ് ഫീൽഡ് ആണല്ലോ. അപ്പൊ അത് നന്നായിട്ട് മാത്രമല്ല, മെസ്സേജ് കൊടുക്കുക, സമൂഹത്തിന് ചേഞ്ച്, അതും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വിനോദം മാത്രമല്ല, സമൂഹത്തിൽ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ വരുത്താൻ പറ്റും. പക്ഷെ ഭൂരിഭാഗം ആൾക്കാരും എന്റർടൈൻമെന്റ് കാണുന്നു, എസ്പെഷ്യലി യൂത്ത്. അപ്പൊ ആ ഒരു ഇൻഡസ്ട്രീനെ ബാധിക്കാതിരിക്കാനും ഒരു പാനിക് എന്നൊരു സിറ്റുവേഷൻ വരാതിരിക്കാനാണെങ്കിൽ അത് ശരിയല്ലല്ലോ, സത്യം പുറത്ത് വരണല്ലോ. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ കോഴിവാദം വന്നപ്പോ ക്രിക്കറ്റിനെ ബാധിച്ചല്ലേ, അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല, സത്യം തന്നെ പുറത്ത് വരണം. പിന്നെ പറഞ്ഞ പോയിന്റാണ്, വലിയ വലിയ നടന്മാരും കലാകാരന്മാരെല്ലാം ഇതിൽ പെടണം. അപ്പൊ അവരെല്ലാവരും ഇവരെല്ലാം പോയി കഴിഞ്ഞാൽ സിനിമ ഇൻഡസ്ട്രി ബാധിക്കുകയും ചെയ്യും. കാരണം ഇപ്പൊ നമ്മുടെ സിനിമ മൊത്തത്തിൽ ഏറ്റവും കഴിവുള്ള നടന്മാരെല്ലാം ഇങ്ങനെയാണ്, ഭയങ്കര ടാലന്റ് ഉള്ള നടന്മാരും എല്ലാം ഇങ്ങനെ ആർട്ടിസ്റ്റുകളെല്ലാം ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇപ്പൊ നമ്മളിപ്പോ മൊത്തത്തിൽ സിനിമ ഇൻഡസ്ട്രി നോക്കിയാലും നമ്മുടെ മലയാള സിനിമയിലാണ് ഇങ്ങനെ ഒരു കാര്യം ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഇപ്പൊ ആണെങ്കിലും മലയാള സിനിമ ഓരോരോ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പൊ ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുതിയ ജനറേഷനിൽ ഇത്ര പ്രശ്നമില്ല. പുതിയ ജനറേഷൻ പിള്ളേർ ഇത്ര മോശമല്ല, പഴയ ജനറേഷനിലാണ് പ്രശ്നം വരുന്നത്. പുതിയ ജനറേഷൻ പിള്ളേർക്ക് ഇത്ര പ്രശ്നമില്ല. അവർ പക്ഷേ ഡ്രഗ്സിലുണ്ട്, ഡ്രഗ്സ് മറ്റിലാണ്, സ്ത്രീ വിഷയം അത്ര ഉണ്ടെന്ന് തോന്നുന്നില്ല. പഴയ ജനറേഷനാണ് കൂടുതലുള്ളത്. ഇപ്പം ഏതൊരു ഇൻഡസ്ട്രി എടുത്ത് നോക്കിയാലും മാത്രമല്ല, എവിടെയാണെങ്കിലും എല്ലായിടത്തും നോക്കിയാലും ഇപ്പൊ അല്ലാതെ ഈ ഒരു ഇതല്ലാണ്ട് നമ്മുടെ ഈ അടുത്ത് തന്നെ ഒരു കേസൊക്കെ വന്നായിരുന്നല്ലോ. അപ്പൊ എല്ലായിടത്തും നോക്കുമ്പോഴും മെയിൻ ആയിട്ട് വരുന്നത് തന്നെ ഈ സ്ത്രീകളുടെ എതിരെയുള്ള ചൂഷണമെല്ലാം. അവിടെ ഒരു പോയിന്റ് ഉണ്ട്, ചില സ്ത്രീകൾ നിയമങ്ങൾ മിസ്യൂസും ചെയ്യുന്നുണ്ട്. അതൊക്കെ പക്ഷെ ഒരു പാർട്ട് നോക്കിയാലും മിസ്യൂസ് അല്ലാണ്ട് ഒരു പാർട്ട് നോക്കിയാലും എന്തുകൊണ്ട് ഈ നിയമം വന്നു വരാൻ കാരണം ഇങ്ങനെ ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ചൂഷണം നേരിടുന്ന എല്ലാവർക്കും ഇപ്പൊ സിനിമ ഇൻഡസ്ട്രി ആണെങ്കിലും അല്ലാതെ ഇൻഡസ്ട്രി ആണെങ്കിലും നമുക്ക് എന്ത് സൊല്യൂഷൻ ആണ് കൊടുക്കാൻ പറ്റുക?
സൊല്യൂഷൻ പറഞ്ഞാൽ ഇവർക്ക് ഇതിപ്പോൾ ചിലർക്ക് ഇതെല്ലാം സയൻറ്റിഫിക്കലി എടുത്തിരുന്ന ഹോർമോണിലാണ്. ചിലർക്ക് ഒട്ടും ഉണ്ടാവില്ല, ചിലർക്ക് ആവശ്യത്തിനായിരിക്കും, ചിലർക്ക് കൂടുതലായിരിക്കും. ഈ കൂടുതൽ ആൾക്കാർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുക, ഹോർമോൺ ട്രീറ്റ്മെന്റ്, അങ്ങനത്തെ ആണുങ്ങൾക്ക് ഹോർമോൺ ട്രീറ്റ്മെന്റ് കൊടുക്കുക. പക്ഷേ ഹോർമോണിനേക്കാൾ ഒരു മെന്റൽ അല്ലെങ്കിൽ അവർ അരാജകത്തിലേക്ക് എന്തായാലും പോകും. കാരണം അവർ കുറ്റപ്പെടുത്തി കാര്യമില്ല, അവരുടെ വീക്ക്നെസ് ആണത്. അവർ നമ്മളെ പല രീതിയിൽ കളിയാക്കും. അതായത് അവർ വീക്ക്നെസ്, ഹോമോസെക്ഷ്വാലിറ്റി പോലെ ഒരു വീക്ക്നെസ് ഹോർമോണിൽ ഇതാണ്. അതിപ്പോൾ റിലീജിയൻ വെച്ചാൽ നമ്മൾ ഇതേപോലെ അവർ എനിക്കറിയില്ല ഹോർമോൺ ട്രീറ്റ്മെന്റ് ഉണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ എന്നാലും അവരാണ് ഈ വുമണൈസേഴ്സും ഇങ്ങനെ ഇത് കോഴിയെല്ലാം പറയുന്ന ആൾക്കാരായിട്ട് മാറുന്നത്. പക്ഷെ നമ്മുടെ സമൂഹം അവരെ ഇവർക്ക് കഴുപ്പ് കൂടുതലാണ്, അല്ലെങ്കിൽ ഞരമ്പ് രോഗികളാണ്, കോഴികളാ പറയും. പക്ഷെ അത് അവരുടെ ഹോർമോൺ പ്രോബ്ലം ആണ്. അവർക്ക് ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ പിന്നെ അവർ കല്യാണം കഴിക്കാൻ അങ്ങനത്തെ പരിപാടിക്ക് പോകരുത്. അല്ല, അങ്ങനത്തെ ഇങ്ങനൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇതിപ്പോ ഒരാളെ കാണുമ്പോൾ നമുക്കറിയാലോ, ഓരോ വ്യക്തികൾക്ക് അറിയാലോ. അവർക്ക് സ്വന്തമായി അറിയുമ്പോഴും അവർക്കത് മനസ്സിലാക്കാൻ ഒരു ഇതില്ലാത്തൊരു സിറ്റുവേഷൻ കൊണ്ടാണ് അവരും അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും നമുക്കറിയാലോ ഇങ്ങനെ ആവശ്യമാണോ കൂടുതലാണോ നമുക്ക് തന്നെ അറിയാമല്ലോ. നമ്മുടെ ഇതൊരു വീക്ക്നെസ് ആണോ എന്ന് നമുക്ക് തന്നെ അറിയാമല്ലോ. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും സയന്റിഫിക് രീതിയിൽ ഡീൽ ചെയ്യണം. അല്ലാതെ വെറുതെ പണിഷ്മെന്റ് മാത്രം കൊടുത്തിട്ട് കാര്യം. അത് അവരുടെ വീക്ക്നെസ് അല്ല. അത് ഈ ഹോമോസെക്ഷൽ ആൾക്കാർ ഇൽട്രീറ്റ് ചെയ്യുന്നത് ശരിയാണോ? അത് അവരുടെ ഇതാണ്. അപ്പോൾ അത് ശാസ്ത്രീയമായ രീതിയിൽ കാണണം. അല്ലാതെ ഈ റിലീജിയൻ വൈസ് നോക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അപ്പം ഞാനൊരു ജനറൽ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ നോക്കണം. ഇപ്പം ഇങ്ങനെ ഇപ്പോൾ ഈ അടുത്തൊരു നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു റേപ്പ് കേസ് ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഒരുപാട് പെണ്ണുങ്ങൾ ചൂഷണം, നോർത്ത് ലൈക്ക് ഈ സ്ത്രീകളുടെ പ്രൊട്ടക്ഷൻ നിയമം നിർഭയ കേസിന് വന്നതാണ്. അത് ഏറ്റവും പ്രാവർത്തികമാവുന്നത് നോർത്ത് ഇന്ത്യയിലാണ്. കാരണം അവിടെ പല വില്ലേജുകളിൽ വിദ്യാഭ്യാസം ഇല്ല, സിവിലൈസ്ഡ് അല്ല, ഒരു മൃഗങ്ങളെ പോലെയാണ് ജീവിക്കുന്നത്. പക്ഷെ ഇവിടെ കേരളത്തിലും ഇവിടെ വരുമ്പോൾ വിദ്യാഭ്യാസമുള്ളവരാണ്. അവരിൽ നല്ലൊരു ശതമാനം ആൾക്കാർ ആ നിയമം മിസ്യൂസ് ചെയ്യുകയാണ്. അങ്ങനെ പ്രശ്നം വരുന്നത്. അത് ഈ ഇന്ത്യ എത്ര വലിയ കൺട്രി ആയതുകൊണ്ടാണ്. നോർത്ത് ഇന്ത്യയിലാണ് ശരിക്കും അപ്ലൈ ചെയ്യേണ്ടത് ഈ നിയമം. ഇവിടെ അല്ല. ഇവിടെ ഒരുപാട് ദുരുപയോഗപ്പെടുന്നുണ്ട് ഈ നിയമം. പല ആൾക്കാർ ഇവരിപ്പോൾ മ്യൂച്വൽ കൺസെന്റിലെല്ലാം നടന്ന ശേഷം മാറ്റി പറഞ്ഞാൽ എന്ത് ചെയ്യും? അങ്ങനെ നടക്കണം. ഇപ്പോഴത്തെ ആണുങ്ങൾക്ക് കല്യാണം കഴിക്കാനോ ഗേൾ ഫ്രണ്ട് വെക്കാനോ ലിവിങ് ടൂതറോ എല്ലാം പ്രശ്നമാണ്. കാരണം ഇവർ മാറ്റി പറഞ്ഞ പ്രശ്നമാണ്. ഇതിപ്പോ ഫെമിനിസ്റ്റ് സൗണ്ട്സ് അല്ല. പണ്ട് ആണുങ്ങൾക്ക് ഇതുണ്ടായിരുന്നപ്പോൾ ആണുങ്ങൾ മിസ്യൂസ് ചെയ്തു. പെണ്ണുങ്ങൾ ഒരുപാട് ഇലിറ്ററേറ്റ് ചെയ്യുന്നു. അപ്പോൾ പെണ്ണുങ്ങൾക്ക് നിയമങ്ങൾ അനുകൂലമായപ്പോൾ അവർ ആർക്കാണ് പവർ കിട്ടുന്നത് അവരാണ് മിസ്യൂസ് ചെയ്യുന്നത്. പെണ്ണുങ്ങൾക്ക് റൈറ്റ്സ് അനുകൂലമായപ്പോൾ അവർ എല്ലാവരും അല്ല, ജെന്യൂൻ കേസ് ഉണ്ട്, പക്ഷെ കുറെ കേസിലല്ല ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ആർക്കാണ് പവർ കിട്ടുന്ന റൈറ്റ് കിട്ടുന്നത് അവരാണ് മിസ്യൂസ് ചെയ്യുന്നത്. അവിടെ ഫെമിനിസ്റ്റോ സോവനിസ്റ്റോ ഒന്നുമില്ല. ജനറലി പെണ്ണുങ്ങളെക്കാട്ടി ഇതിൽ കുറച്ച് വികാരം ഇത് കൂടുതൽ ആണുങ്ങൾക്കാണ്. ഇപ്പൊ ഈ പെണ്ണുങ്ങളെ ബേസ് ചെയ്തിട്ട് ഒരു കമ്മിറ്റി റിപ്പോർട്ട് വന്നു. അതേപോലെ ഇനി ആണുങ്ങൾക്കും അവരുടെ ബുദ്ധിമുട്ടുകളും കൂടെ ആണുങ്ങളെക്കാളും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പെണ്ണുങ്ങൾ തന്നെയാണ്. ആണുങ്ങൾ ഒന്നുമില്ല ഫിസിക്കലി സ്ട്രോങ് ആണ്. അവർക്ക് ആണുങ്ങൾ എനിക്ക് തോന്നുന്നു അവർ കൂടുതൽ അനുഭവിക്കുന്ന മാനസിക പീഡനമാവും. ശാരീരിക പീഡനം ലൈംഗിക പീഡനം അല്ല പെണ്ണുങ്ങളാണ്. ആണുങ്ങളെ ചിലപ്പോൾ മാനസിക പീഡനമായിരിക്കും. ഒരുപാട് ടോർച്ചർ ചെയ്യുന്ന ഉണ്ടാവും. അല്ലാതെ അവർക്ക് ലൈംഗിക പീഡനവും അങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ല, അത് കുറവാണ്. അപ്പോൾ സ്ത്രീകൾക്ക് ഇത് കൂടുതൽ സ്ത്രീകൾക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് അവർ തന്നെയാണ്. ഇപ്പം എല്ലാം മാറി വരികയാണ്.